ക്രിസ്തുവിന്റെ ജനനം വാനിലെ നക്ഷത്രം കണ്ട് അവനെ നമസ്കരിക്കാനായി കിഴക്ക് നിന്ന് വന്നവരായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നവരാണ് വിദ്വാൻമാർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ് ഇവരെക്കുറിച്ച് പറഞ്ഞു കാണുന്നത്. അവർ 3 പേരാണ് ഉണ്ടായിരുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നില്ലെങ്കിലും വിദ്വാൻമാർ എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് 1-ലധികം പേർ ഉണ്ടായിരുന്നു എന്നും കാഴ്ച വെച്ചവ 3 കാര്യങ്ങൾ ആയിരുന്നു എന്നതുകൊണ്ട് അവർ 3 പേരുണ്ടായിരുന്നു എന്നും കരുതി വരുന്നു. 3 പേരും രാജാക്കന്മാർ ആയിരുന്നുവെന്നും നക്ഷത്രം അടയാളം കണ്ട് അതിന്റെ ദിശ നോക്കി വന്നതുകൊണ്ട് ജ്യോതിശാസ്ത്രജ്ഞർ ആയിരുന്നു എന്നും ജ്യോതിശാസ്ത്രജ്ഞന്മാരുമായി അടുപ്പമുള്ള രാജാക്കന്മാർ ആയിരുന്നു എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വാദഗതികൾ കേട്ടുവരുന്നുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നയാൾ പൊന്നാണ് കാഴ്ചവെച്ചത്. നീളൻ മുടിയും താടിയുമുള്ള ആ വൃദ്ധൻ പേർഷ്യൻ രാജാവായ മെൽസർ ആയിരുന്നു. കുന്തിരിക്കം കാഴ്ചവെച്ച 2-ാമൻ കാസ്പർ ഇന്ത്യയിൽ നിന്നുള്ള ഗോണ്ടഫോറസ് രാജാവാണെന്ന് പറഞ്ഞു വരുന്നു. വിശുദ്ധ തോമസ് ലീഹ കൊട്ടാരം പണിക്കായി ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്ന സംഭവത്തിൽ ഗോണ്ടഫോറസിനെ പിന്നീട് കാണുന്നുമുണ്ട്. എന്നാൽ കാസ്പർ ഗോണ്ടഫോറസ് ആണെങ്കിലും തായ്ലാന്റിൽ നിന്നുള്ളയാളാണെന്ന് പറയുന്നവരുണ്ട്. ഗോണ്ടഫോറസിന് കിരീടവും പച്ച നിറത്തിലുള്ള ആഭരണങ്ങളും ഉണ്ടായിരുന്നു. 3-ാമൻ ബെൽത്തസർ, കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ. അറേബ്യൻ രാജാവാണെന്നും ഈജിപ്തിൽ നിന്നുള്ളയാൾ എന്നും പറഞ്ഞു വരും. നിറയാണ് അദ്ദേഹം യേശുവിന് കാഴ്ചവെച്ചത്. അസാധാരണക്കാരനായ ഒരു രാജാവിനുള്ള കാഴ്ചകളാണ് അവർ കൊണ്ടുവന്ന് സമർപ്പിച്ചത്. പൊന്ന് രാജത്വത്തെയും കുന്തിരിക്കം ദൈവികതയെയും മീറ മരണത്തെയും കുറിക്കുന്നതാണ്. കുന്തിരിക്കം ഒരു മരത്തിന്റെ കറയിൽ നിന്ന് ഉണ്ടായി വരുന്നതും നിറ ശ്രേഷ്ഠമായ സുഗന്ധ തൈലവുമാണ്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഉദാശകളിൽ ഉപയോഗിക്കുന്ന മിറ ഇതുമായി ബന്ധപ്പെട്ടത് എന്നും വിശ്വസിക്കപ്പെടുന്നു. വിദ്വാൻമാർ നക്ഷത്രം കണ്ട് ബേത്ലഹേമിൽ എത്തുന്നതിന് ഏകദേശം 2 വർഷമെടുത്തു എന്നാണ് അനുമാനം. വിദ്വാൻമാർ ഹേരോദാവിനെ കാണാൻ എത്തിയപ്പോൾ നക്ഷത്രം കാണാൻ തുടങ്ങിയ സമയം ഹേരോദാവ് ചോദിച്ചറിഞ്ഞിരുന്നു. ആ സമയം കണക്കുകൂട്ടിയാണത്രേ 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ കൊന്നുകളയാൻ ഉത്തരവിട്ടത്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വന്നതിനാൽ ഒട്ടകത്തിന്റെ പുറത്തായിരുന്നു യാത്ര. നക്ഷത്രം കണ്ട് യാത്ര ചെയ്തിരുന്നതുകൊണ്ട് അവർ രാത്രി മാത്രം യാത്ര ചെയ്തിരുന്നുവെന്നും പകൽ വിശ്രമിച്ചിരുന്നു എന്നും കരുതാം. നക്ഷത്രം ഒരു വഴികാട്ടിയായിരുന്നു. സ്വർഗീയ രാജാവിന്റെ ജനനം അടയാളപ്പെടുത്തുന്ന ഒരു സൂപ്പർനോവയാണ് ഇത് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ 2 ഗ്രഹങ്ങൾ ഏറെ അടുത്തു വരുമ്പോൾ ദൂരെ ഒരു ചെറിയ നക്ഷത്രം പോലെ കാണപ്പെടുന്ന പ്രതിഭാസമാണെന്നും പറയുന്നു. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്രജ്ഞൻ ജോഹൻ കെപ്ലർ ക്രിസ്തുവിന്റെ ജനനത്തോട് അടുത്ത സമയം വ്യാഴവും ശനിയും അടുത്തടുത്ത് വന്നിട്ടുള്ളതായും അവ ചേർന്ന് വരുമ്പോൾ ചെറിയ ഒരു നക്ഷത്രമായി തോന്നിയിരിക്കാമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ലോകമെമ്പാടും ക്രിസ്മസിന്റെ വരവറിയിക്കുന്നത് നക്ഷത്രങ്ങൾ തെളിയിച്ചാണ്. ഓരോ വർഷവും നമ്മളും ക്രിസ്മസിന്റെ സന്തോഷം ആരംഭിക്കുന്നത് ആ നക്ഷത്രങ്ങൾ തെളിയിച്ചുകൊണ്ട് തന്നെ. ക്രിസ്തുവിന് കാഴ്ചയർപ്പിക്കാനെത്തിയ 3 രാജാക്കന്മാരുടെയും തിരുശേഷിപ്പുകൾ ഇറ്റലിയിലെ മിലാനിൽ കോളൻ കത്തീഡ്രലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ എല്ലാ വർഷവും 3 കിങ്സ് ഡേ ആചരിച്ചു വരുന്നുണ്ട്. അതാകട്ടെ ക്രിസ്മസിന് ശേഷം 12-ാം ദിവസമാണ്. എപ്പിഫനി എന്നും ഇതിന് പറഞ്ഞു വരുന്നുണ്ട്. റിംഗ് ആകൃതിയിലുള്ള ഒരു കേക്ക് ഉണ്ടാക്കും. അവർ കട്ട് ചെയ്ത് കഴിക്കും. ബേക്ക് ചെയ്യുമ്പോൾ ഉണ്ണിയേശുവിന്റെ ഒരു ചെറിയ രൂപവും കേക്കിനുള്ളിൽ വച്ചിരിക്കും. ഇതൊരു വലിയ ആഘോഷമാണ്. വിദ്വാൻമാർ വാനിൽ കണ്ടെത്തിയ നക്ഷത്രം അവർക്ക് കാട്ടിക്കൊടുത്ത നക്ഷത്രം ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായിരുന്നു. 3 വിദ്വാൻമാരും അവർ കണ്ടെത്തിയ ആ അത്ഭുത നക്ഷത്രവും കാലാന്തരത്തിലും ലോകത്തെ പ്രകാശപൂരിതമാക്കട്ടെ.